പരിണമിച്ച് 50 ദശലക്ഷം വർഷമായിട്ടും പരിണാമം സംഭവിക്കാത്ത ജീവി, കരയിലെ ഏറ്റവും കടിശക്തിയുള്ള ജീവി, സിംഹങ്ങളെ വരെ വേട്ടയാടുന്ന ഒരു ഉരകജീവി. വെള്ളത്തിലെ വലിയ വേട്ടക്കാരായവരാണ് മുതലകൾ. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്നതും ഭയപ്പെടുന്നതുമായ മൃഗങ്ങളിലൊന്നാണ് മുതലകൾ. വേട്ടക്കാരുടെ പട്ടികയിൽ മുൻനിരയിലുള്ള ഒരു ജീവി കൂടിയാണ് മുതലകൾ. അവരുടെ ശക്തമായ ശരീരം, കട്ടിയേറിയ താടിയെല്ലുകൾ, വെള്ളത്തിലൂടെയുള്ള അപാരമായ വേഗത, ചടുലത എന്നിവ മുതലകളുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒരാളായി അവരെ നയിച്ചു. മുതലകളുടെ പരിണാമം ഏകദേശം 245 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള മെസോസോയിക് കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലായിരുന്നു ഫൈറ്റോസോറസ് പോലുള്ള മുതലകളോട് സാമ്യമുള്ള ജീവികൾ പരിണമിച്ചത്. പിന്നീട് 230 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് പാൻജിയ എന്ന സൂപ്പർ കോണ്ടിനെന്റ് വിഭജിക്കാൻ തുടങ്ങിയത്. തുടർന്ന് മുതലകൾ ട്രൈസിറ്റിൻസ് പോലുള്ള വ്യത്യസ്ത ഇനങ്ങളായി പരിണമിച്ചു. ഏകദേശം 65 മുതൽ 145 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ മുതലകൾക്ക് പലതരത്തിൽ പരിണാമം സംഭവിക്കുകയും വ്യാപകമാവുകയും ചെയ്തു. ചില സ്പീഷീസുകൾക്ക് 12 മീറ്ററിലധികം നീളമുണ്ടായിരുന്നു. ഇന്നത്തെ മുതലകളുടെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലിന് ഏകദേശം 200 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ഇവയുടെ ശരീരം വളരെ കട്ടിയുള്ളതും നിറയെ മുഴകളോട് കൂടിയതുമാണ്. ശരീരത്തിലെ ഈ 2 പ്രത്യേകതകൾ കൊണ്ട് തന്നെ മുതലകൾക്ക് ശത്രുക്കൾ വളരെയധികം കുറവാണ്. ഒലിവ്, പച്ച, തവിട്ട്, കറുപ്പ്, ചാരനിറം എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ മുതലകളെ കാണാൻ സാധിക്കുന്നു. മുതലകളുടെ കണ്ണുകൾ അവയുടെ വിശാലമായ തലയുടെയും മൂക്കിൻ്റെയും ഏറ്റവും മുകളിലാണ്. ഈ ഒരു പ്രത്യേകത ഇരകളെ പതിയിരുന്ന് വീക്ഷിക്കാനും ശരീരം കാണിക്കാതെ ഇരകളെ പതിയിരുന്ന് ആക്രമണം ചെയ്യാനും ഇവയെ സഹായിക്കുന്നു. കൂടാതെ മുതലകൾ വെള്ളത്തിൽ മുങ്ങുകയോ ഇരയെ ആക്രമിക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ കണ്ണിന് കുറുകെയുള്ള വശത്തേക്ക് നീങ്ങുന്ന സുതാര്യമായ കൺപോളകൾ അവയുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നു. മറ്റുരകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുതലകളുടെ മൂക്കിലും ചെവികളിലും എക്സ്റ്റേണൽ ഫ്ലാപ്പ് അടങ്ങിയിരിക്കുന്നു. ഇത് വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് അടയുകയും വെള്ളത്തിൽ നിന്ന് മുകളിൽ വരുമ്പോൾ തുറക്കുകയും ചെയ്യുന്നു. മുതലകളുടെ ശക്തിയേറിയ വാലുകൾ ഇവയെ മികച്ച നീന്തൽക്കാരാക്കും. ഒരു പ്രായപൂർത്തിയായ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഏകദേശം 1000 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്നു. കൂടാതെ 7 മീറ്റർ വരെ നീളവും വയ്ക്കുന്നു. മറ്റുമൃഗങ്ങളെ പോലെ തന്നെ മുതലകൾക്ക് അവയുടെ ശരീര താപനില സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. പകരം മുതലകളുടെ ശരീര താപനില നിലനിർത്താൻ അവർ സൂര്യൻ്റെ ചൂടിനെ വളരെയധികം ആശ്രയിക്കുന്നു. മുതലകൾ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നതും വേട്ടയാടുന്നതും. മുതിർന്ന പുരുഷന്മാരാണ് ഗ്രൂപ്പിനെ നയിക്കുന്നത്. വേട്ടയാടി ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ കൂട്ടത്തിലുള്ള പെൺമുതലകൾക്ക് മുൻഗണന നൽകുന്നവരാണ് മുതലകൾ. കൂടാതെ പല ഉരകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുതലകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ട്. അവ ഇരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്നിവയെ ആശ്രയിച്ച് മുതലകൾ ആശയവിനിമയം നടത്താൻ പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. മുതലകൾ വളരെ ബുദ്ധിശക്തിയുള്ള ജീവികളാണ്. എങ്ങനെയെന്നാൽ അവ ഇരയുടെ പെരുമാറ്റം വിശദമായി പഠിക്കുന്നു. അതിനുശേഷം മാത്രമേ അവ ഇരയെ ആക്രമിക്കുകയുള്ളൂ. അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സമീപം വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളുടെ പെരുമാറ്റത്തിലെ സാധാരണ രീതികൾ അവർ പഠിക്കുന്നു. ചില മുതലകൾ പക്ഷികളെ പിടിക്കാൻ അവയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. കൂട്ടത്തിലെ വലിയ മുതലകളാണ് ഇരയെ പിടിക്കുന്നത്. സംഘത്തിലെ ബാക്കിയുള്ളവർ ഇരയെ കീറിമുറിക്കുന്നു, എന്നിട്ട് കൂട്ടമായി ആഹാരമാക്കുന്നു. പൊതുവെ വെള്ളത്തിലാണ് ഇവ വേട്ടയാടുന്നത്. മീനുകൾ, സീബ്രകൾ, കുതിരകൾ, മാനുകൾ, വൈൽഡ് ബീസ്റ്റ്, പക്ഷികൾ, മുയൽ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇന്ന് കരയിൽ ജീവിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ള 2ാമത്തെ ജീവിയാണ് മുതലകൾ. ഇവയുടെ ഒരു കടിക്ക് 3700 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ട്. എന്നാൽ നൈൽ നദിയിൽ കാണപ്പെടുന്ന മുതലകളുടെ കടിക്ക് 5000 കിലോഗ്രാം വരെ ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള ജീവിയാണ് ഓർക്ക തിമിംഗലങ്ങൾ. ഇവയുടെ ഒരു കടിക്ക് 19000 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ട്. ഇണചേരലിന് ശേഷം പെൺമുതലകൾ 17 മുതൽ 100 മുട്ടകൾ വരെ ഇടുന്നു. ഇവ മുട്ടയിടുന്നത് മണ്ണും ഇലകളും പോലുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ കൂടുകളിലാണ്. ഇങ്ങനെ ഇലകൾ കൊണ്ടും സസ്യങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ കൂടുകൾ വെള്ളപ്പൊക്കമുണ്ടായാലും മുട്ടകളെ സംരക്ഷിക്കുന്നു. മാത്രമല്ല ഈ കൂടുകൾ തണുപ്പിനെ ചെറുക്കുന്നു. മുതലകളുടെ മുട്ട വിരിയാൻ സാധാരണയായി 3 മാസങ്ങൾ വേണം.
പെൺമുതലകളാണ് മുട്ടകൾക്ക് അടയിരിക്കുന്നതും മുട്ടകളെ സംരക്ഷിക്കുന്നതും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തു വരാൻ തുടങ്ങിയാൽ പെൺമുതലകൾ കുഞ്ഞുങ്ങളെ അവയുടെ തൊണ്ടയിലെ സഞ്ചിയിൽ കയറ്റി വെള്ളത്തിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നു. ഏകദേശം 5 മുതൽ 7 വയസ്സാകുമ്പോൾ മുതലകൾക്ക് പ്രായപൂർത്തിയാകുന്നു. മുതലകൾക്ക് വർഷങ്ങളോളം പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ചില പെൺമുതലകൾ 50 വർഷം വരെ മുട്ടയിടുന്നു. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ലിംഗം നിർണ്ണയിക്കുന്നത് കൂടിൻ്റെ താപനിലയാണ്. ആൺകുഞ്ഞുങ്ങൾ ഉയർന്ന താപനിലയിലാണ് വിരിയുന്നത്, എന്നാൽ പെൺകുഞ്ഞുങ്ങൾ താഴ്ന്ന താപനിലയിലാണ് വിരിയുന്നത്. മുതലകൾ സാധാരണഗതിയിൽ 25 മുതൽ 75 വർഷങ്ങൾ വരെ ജീവിക്കുന്നു. നിലവിൽ 18 തരം മുതലകളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും വലിയ മുതല ഇനമാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. ഈ മുതലകൾ 20 അടി വരെ നീളം വയ്ക്കുന്നു, കൂടാതെ 1 ടണ്ണിൽ കൂടുതൽ ഭാരവും വയ്ക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മുതലയ്ക്ക് 21 അടി നീളവും 2320 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. ഏറ്റവും ചെറിയ മുതലകളാണ് ഡാർക്ക് ക്രോക്കഡൈൽ. പ്രായപൂർത്തിയായ ഒരു ഡാർക്ക് മുതലയ്ക്ക് ഏകദേശം 3 മുതൽ 6 അടി വരെ നീളം വയ്ക്കുന്നു. ഇവയുടെ പരമാവധി ഭാരം 81 കിലോഗ്രാം ആണ്. മറ്റ് ചില മുതല ഇനങ്ങളാണ് നൈൽ ക്രോക്കഡൈൽ, അമേരിക്കൻ ക്രോക്കഡൈൽ, മാർഷ് ക്രോക്കഡൈൽ, ഫ്രഷ് വാട്ടർ ക്രോക്കഡൈൽ എന്നിവ. ആഫ്രിക്ക, ഏഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇവയെ കാണാൻ സാധിക്കുന്നു. മുതലകളുടെ വലിപ്പവും അവയുടെ അത്യധിക ആക്രമണാത്മക സ്വഭാവവും കാരണം മുതിർന്ന മുതലകൾക്ക് അവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ വളരെ കുറച്ച് ശത്രുക്കൾ മാത്രമാണുള്ളത്.